അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബീങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന 10 പ്രതിഫലങ്ങളെ കുറിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതിൽ 5 ദുനിയാവിലും 5 ആഖിറത്തിലുമാണ് ലഭിക്കുന്നത്. ഈ ഒരു പ്രതിഫലം മാത്രമല്ല, തഹജ്ജുദ് നിസ്കരിച്ചാൽ ലഭിക്കുന്നത് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ചീച്ച പറയാമെന്ന് വിചാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തഹജ്ജുദ് നിസ്കരിക്കാനും ഒക്കെ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുന്ന് മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. ചിലരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ അങ്ങനെയല്ലേ, വല്ലാത്ത പ്രകാശമായിരിക്കും അവരുടെ മുഖത്ത് അല്ലേ. അള്ളാഹു നമ്മുടെ മുഖത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മരണപ്പെട്ടപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അങ്ങനെ അവിടുത്തെ മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഉസ്താദിനെ സ്വപ്നത്തിൽ കാണണമെന്ന് വലിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ ശിഷ്യന്മാർ ഉസ്താദിനെ സ്വപ്നത്തിൽ കാണാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഉസ്താദിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു മരിച്ചപ്പോൾ, എങ്ങനെയുണ്ട് ഉസ്താദെ ഖബർ ജീവിതമൊക്കെ എന്ന്. ശിഷ്യന്മാർ ഉസ്താദിനെ കാണുമ്പോൾ ഉസ്താദ് ഖബറിൽ സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കുന്നതായിട്ടാണ് ഉസ്താദിനെ ശിഷ്യന്മാർ കാണുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അങ്ങനൊരു ചോദ്യം ചോദിച്ചത്, എന്ത്, ഖബർ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്. 2 ചോദ്യങ്ങളാണ് ശിഷ്യന്മാർ ഉസ്താദിനോട് ചോദിച്ചത്. ഒന്നാമത്തത്, ഉസ്താദ് മരിച്ചപ്പോൾ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. 2, ഖബർ ജീവിതം എങ്ങനെയൊക്കെയുണ്ട് ഉസ്താദെ എന്ന് ചോദിച്ചപ്പോൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, അൽഹംദുലില്ലാ, ആ പാതിരാ രാത്രിയിൽ 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, പാതിരാത്രിയിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരമുണ്ടല്ലോ, അത് എന്നെ 6 അടി മണ്ണിനുള്ളിൽ എന്നെ രക്ഷപ്പെടുത്തി എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. ആ തഹജ്ജുദ് നിസ്കാരമാണ് എൻ്റെ ഖബറിൽ ഇത്രയും വലിയ സന്തോഷം നൽകാൻ, അല്ലെങ്കിൽ മരിച്ചപ്പോൾ ഇത്രയും പ്രകാശം എൻ്റെ മുഖത്തുണ്ടായതിന് കാരണം എന്താണ്, തഹജ്ജുദ് നിസ്കാരമാണെന്ന് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടെ നിന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് എത്രത്തോളം മഹത്വമുള്ള ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം എന്നതാണ്. ഒരുപാടുണ്ട് മഹത്വങ്ങൾ പറയാനും. അള്ളാഹു ഏറ്റവും കൂടുതൽ പവർ കൊടുത്ത തഹജ്ജുദ് നിസ്കാരം. കാരണം രാത്രിയിൽ ആരും അറിയാണ്ട്, അള്ളാഹു നമ്മളല്ലാണ്ട് വേറെ ആരെങ്കിലും മുഹിബീങ്ങൾ അറിയുന്നുണ്ടോ നിസ്കരിക്കാൻ എണീക്കണത്? എല്ലാവരും നല്ല മയക്കത്തിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി എണീറ്റ് നിസ്കരിക്കണ ഒരു മുഹിബീനെ സംബന്ധിച്ച് അള്ളാഹു അവനിക്ക് വലിയ പവറാണ് കേട്ടോ കൊടുക്കണത്. അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ വഴി പറയാം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി പറയുന്നുണ്ട്, രാത്രിയിൽ 2 6 നിസ്കരിക്കുന്നവർക്കൊക്കെ അള്ളാഹു നൽകുന്നത്, അഥവാ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു അവരെ ആദരിക്കും. എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേതെന്ന് പറയുന്നത്, വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കും. മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അവനക്കൊന്നും ആ രോഗങ്ങളൊന്നും അള്ളാഹു അവനിക്ക് കൊടുക്കൂല. അങ്ങനെ റബ്ബ് അവനെ സംരക്ഷിക്കും. എന്തുകൊണ്ടാണ്? രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കണം കൊണ്ട് അല്ലേ. നമുക്ക് കിടന്നുറങ്ങും. പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് മുഹിബീങ്ങളെ എണീക്കാൻ കഴിയുള്ളൂ കേട്ടോ, അത് എത്ര വന്നാലും. കാരണം നമ്മൾ എത്ര അലാറം വെച്ച് കിടന്നാലും, അല്ലെങ്കിൽ നമ്മൾ എടുക്കൊന്ന് എണീച്ചിട്ട് ആ സമയമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ എണീക്കാമെന്ന് വിചാരിച്ച് വീണ്ടും കിടന്നാലും, അങ്ങനെ കിടന്നാൽ പോലും ഒരിക്കലും നമുക്ക് എണീക്കാൻ പറ്റൂല ആ സമയത്ത്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾക്കേ ആ സമയത്ത് എണീക്കാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊക്കെ അതിലുണ്ടോ എന്നൊന്ന് ആലോചിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി. അള്ളാഹ് സ്വീകരിക്കാൻ തയ്യാറാണ് മുഹിബീങ്ങളെ. എന്നോട് ദുആ ചെയ്യ്, എന്നോട് പാപമോചനം ചെയ്യും, ഞാൻ സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ റബ്ബ് ഇരിക്കുക. പക്ഷെ നമുക്കൊന്ന് അള്ളാഹിൻ്റെ മുന്നിൽ കൈ ഉയർത്തി ഒന്ന് ചോദിക്കേണ്ട രീതി ചോദിക്കണം. വേഗം ഒന്നും ഒരുമാതിരി ഇതിൽ ചോദിക്കരുത്. കാരണം റബ്ബ് സാവധാനം റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹ് എന്തും തരാൻ തയ്യാറാണ് മുഹിബീങ്ങളെ. എന്ന് റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ പ്രതിഫലം ദുനിയാവിൽ കിട്ടണത് മുഹിബീങ്ങളെ ആയിഷ ബീവി പറയാണ്, ഈമാനിൻ്റെ പ്രകാശം അവൻ്റെ മുഖത്ത് ഇട്ട് കൊടുക്കുമെന്ന്. അതാണല്ലോ ജുനൈദ് ബാഗ്ദാദി തങ്ങളുടെ മുഖത്ത് ഇട്ട് കൊടുത്ത അള്ളാഹു. വല്ലാത്ത പ്രകാശം. അവരുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. പ്രത്യേക ഒരു ഈമാനിൻ്റെ പ്രകാശമാണ് അള്ളാഹു തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് മുഹിബീങ്ങളെ. ചിലരുടെ മുഖത്തൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവൂലേ. മൂന്നാമത്തെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അള്ളാഹു സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും. സ്വാലിഹീങ്ങളായ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് സ്വാലിഹീങ്ങളായ ആളുകൾ അവനെ ഇഷ്ടപ്പെടുന്നത് എന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. നാലാമത്തത് ചിലരുടെ നാവിൽ അള്ളാഹു വല്ലാത്തൊരു പവർ കൊടുക്കുമെന്ന്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളുടെ നാവിൽ അള്ളാഹു അവർക്ക് നാവിൽ ഒരു പവർ ഇട്ട് കൊടുക്കുമെന്ന്. കാരണം ചിലവരുണ്ട്, എന്തൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അങ്ങനെ തന്നെ ഫലിക്കും അല്ലേ. ചിലരുടെ അടുത്ത് പോകാൻ നമുക്ക് പേടിയായിരിക്കൂലേ, എന്തെങ്കിലും പറഞ്ഞ റബ്ബേ പറഞ്ഞു പോയാൽ വാക്ക് പാലിച്ചാലെന്ന് വിചാരിച്ച് നമുക്ക് ചിലവരുടെ മുന്നിൽ പോകാൻ പേടിയാവും. അത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് അവനക്ക് അറിവ് കൊടുക്കും. ഇപ്പോൾ ഒന്നും ഡിഗ്രിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൊത്ത ഒരാൾക്ക് പോലും നല്ലൊരു അറിവായിരിക്കും ദീനിയായിട്ടൊക്കെ. അത് അള്ളാഹു അവനക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനം, ഒരു പ്രതിഫലമാണ്. ഇനി പറയാൻ പോകുന്നത് 5 പ്രതിഫലങ്ങൾ. 5 നമ്മൾ ദുനിയാവിൽ കിട്ടണമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് അള്ളാഹു മാരകമായ രോഗങ്ങൾ അവനക്ക് കൊടുക്കൂല എന്ന്. 2 അവൻ്റെ മുഖത്ത് ഈമാനിൻ്റെ പ്രകാശം ഉണ്ടാകും. 3 സ്വാലിഹീങ്ങളായ ആളുകൾ അവനെ ഇഷ്ടപ്പെടും. അതിൻ്റെ അർത്ഥം അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. 4മത്തത് ചിലരെ നാവിൽ അള്ളാഹു വല്ലാത്ത പവർ കൊടുക്കും. അവൻ എന്ത് പറഞ്ഞാലും അത് ഫലിക്കും. അങ്ങനെയുള്ളവരുണ്ട് അല്ലേ. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു പവറാണ്. 5മത്തെന്ന് പറയുന്നത് അവനക്ക് അറിവ് കൊടുക്കും. ഒരു വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു ഉപ്പായായിരിക്കാം, പക്ഷെ ആ ഉപ്പാക്ക് ഇസ്ലാമികപരമായിട്ടും തർബീയത്ത് കാര്യങ്ങളെല്ലാം നല്ല വിവരമായിരിക്കും. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ദുനിയാവിൽ കിട്ടുന്നത് മുഹിബീങ്ങളെ. ഇനി കിട്ടാൻ പോണത് ആഖിറത്തിൽ അഥവാ മരണത്തിന് ശേഷമുള്ള പ്രതിഫലങ്ങൾ. ഇതാണ് 5 ഇനി പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമതെന്ന് പറയുന്നത്, നാളെ പരലോകത്ത് വരുമ്പോൾ നിൻ്റെ മുഖത്ത് പ്രകാശത്തോടെയാണ് നീ എണീറ്റ് വരുന്നത് എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ മുത്തായി തങ്ങൾ, നമ്മുടെ തിരുദൂതര് പ്രവാചകൻ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നാളെ പരലോകത്ത് വരുമ്പോൾ നിൻ്റെ മുഖത്ത് പ്രകാശത്തോട് കൂടിയിട്ടാണ് നീ വരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് പവറായിരിക്കൂലേ, എന്ത് ഇതായിരിക്കൂലേ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അല്ലാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മുഹിബീങ്ങളെ. 7മത്തേതെന്ന് പറയുന്നത്, നിൻ്റെ വിചാരണ എളുപ്പമാകും. നിൻ്റെ ഹിസാബില്ലാതെ അള്ളാഹു നിന്നെ കടത്തിവിടും. അവനക്ക് വിചാരണ ഉണ്ടാവില്ല. മഹ്ശറയിൽ ഒരു വല്ലാത്തൊരു ഭയാനകമായ സംഭവമാണ് ഹിസാബ് എന്ന് പറയണത് അല്ലേ. ആ ഹിസാബ് ഉണ്ടാവില്ല എന്ന് ആർക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു ആ ഹിസാബ് ഇല്ലാണ്ട് അവനക്കത് ഒഴിവാക്കി കൊടുക്കുമെന്ന്. 8മത്തേതെന്ന് പറയുന്നത്, നിൻ്റെ ചുമരിരിക്കുന്ന 2 മലക്കുകളുണ്ടല്ലോ, അവർ നമ്മൾ പറയുന്ന എല്ലാം എഴുതി വയ്ക്കുകയാണ്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചെല്ലുമ്പോൾ നന്മ തിന്മ എഴുതി കിതാബുണ്ടല്ലോ, അത് എടുത്ത് കൈ തരുന്ന രംഗമുണ്ട്. ഹിസാബുള്ള ആ ഒരു വിചാരണ സമയം എന്ന് പറയുന്നത് അതിഭയങ്കരമായ സമയമാണല്ലേ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അത് വല്ലാത്തൊരു സംഭവമാണ്. ആ സമയത്ത് നമുക്ക് കിതാബ് നമ്മൾ ചെയ്തു പോയ, നമ്മൾ ജനിച്ചു വന്നു മുതലേ മരണം വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ നന്മകളും തിന്മകളും എഴുതി വെക്കുന്ന ആ കിതാബ് കൊടുക്കണ വരും. ആ കൊടുക്കണ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കരഞ്ഞു പോയിട്ടുണ്ട് ആ സമയം. എന്നിട്ട് മുത്തുനബി തങ്ങൾ ആയിഷ ബീവിനോട് പറയാണ്, ആയിഷ, ആ സ്ഥലത്ത് ഒരു മനുഷ്യന്മാർ ആരും ഉണ്ടാവില്ല ആയിഷ ആ കിതാബ് കൊടുക്കണ സമയത്ത് എന്ന്. ഒരാളും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും സഹായിക്കാനില്ലാത്ത ഭയാനകമായ അവസ്ഥയുണ്ട് ആയിഷ എന്ന്
മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ആയിഷ ബീവിനോട്. എന്നിട്ട് പറയാണ്, അള്ളാഹു ചിലരുടെ കൈകളിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയുമോ ആയിഷ എന്ന് മുത്തുനബി തങ്ങൾ ആയിഷ ബീവിനോട് ചോദിക്കുകയാണ്. ചില ആളുകളുടെ കയ്യിൽ കൊടുക്കും, എങ്ങനെയാണെന്ന് ചോദിച്ചാണ്ടല്ലോ മുഹിബീങ്ങളെ. അള്ളാഹുവിനെ മറന്ന് നടക്കുന്നവരുണ്ട്, നിസ്കാരമില്ല, ഒന്നുമില്ല, ഞാനാണ് ഇവിടുത്തെ വലിയ കാളി എന്ന് പറഞ്ഞു വലിയ നടക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹുവിനെ പോലും ചിന്തയില്ല, നിസ്കാരമില്ല, നിലപാടില്ല, ഒന്നുമില്ല നടക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ഞാൻ പറയാം, അവരുടെ ഇടത് കൈ ഉണ്ടല്ലോ, അത് നെഞ്ചിലൂടെ കുത്തി ഇറക്കിയാണ്, എന്നിട്ട് അവരുടെ പുറം ഭാഗത്ത് വെച്ച് കിതാബ് കൊടുക്കും ആയിഷ എന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിനോട് പറയുകയാണ്. എങ്ങനെ? അവരുടെ ഇടത്തെ കൈ ഉണ്ടല്ലോ, അത് നെഞ്ചിലൂടെ കുത്തി ഇറക്കിയാണ്, എന്നിട്ട് അവരുടെ പുറഭാഗത്തേക്ക് വെച്ചിട്ട് ആയിഷ ബീവി പറയുകയാണ്, എന്നിട്ടാണ് അവർക്ക് കിതാബ് കൊടുക്കണേ എന്ന്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർ പരാജയപ്പെട്ടവരാണ് ആയിഷ. അവനേക്കാൾ നശിച്ച ഒരാളും ഈ ദുനിയാവിലില്ല ആയിഷ, ഈ പരലോകത്തുണ്ടാവുകയില്ല എന്ന്. തഹജ്ജുദ് നിസ്കരിച്ച് നടക്കുന്ന ഒരാൾക്ക് അവൻ്റെ വലത് കൈയിലേക്ക് അള്ളാഹു വച്ച് കൊടുക്കുമെന്നാണ് മുത്തനബി തങ്ങൾ പറയുന്നത്. കേട്ടോക്കെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അതല്ലേ മുഹിബീങ്ങൾ നമുക്ക് വേണ്ടത്. നമ്മുടെ വലത് കൈയിലേക്ക് അള്ളാഹു കിതാബ് വച്ച് തരും കയ്യിലേക്ക് നിന്ന്. എന്തൊരിതാണല്ലേ അള്ളാഹ്. നമ്മളൊക്കെ എല്ലാ അബദ്ധത്തിൽ നിന്നല്ല, തെറ്റുകുറ്റങ്ങളിൽ നിന്നല്ല, എല്ലാ ഇടുങ്ങിയറിൽ നിന്നല്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് മഹത്വങ്ങളാണ് മുഹിബീങ്ങളെ തഹജ്ജുദ് നിസ്കരിച്ച് കിട്ടണത്. ഒരുപാടുണ്ട്, ഞാൻ ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും കുറച്ചീച്ച പറഞ്ഞെങ്കിൽ നമുക്കത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചീച്ച പറയാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് ഒരുപാട് മഹത്വങ്ങളാണ്. നമുക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്നും 5 വഖത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി മുഹിബീങ്ങളെ. അത് മതി, അതിൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു എപ്പോഴും നമ്മളെ ദുആ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണം. മുത്തനബി തങ്ങളോട് പറയുന്നുണ്ട്, നമ്മളോട് ദുആ ചെയ്യാൻ പറ, ഞാനിവിടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് മുത്തനബിയെ, അവരോട് പറ, ദുആ ചെയ്യാൻ പറയാന്ന്. കാരണം അള്ളാഹു അത്രയും കാരുണ്യവാനും റഹ്മാനും റഹീമും അല്ല മുഹിബീങ്ങളെ. നമ്മൾ ദുആ ചെയ്ത് അള്ളാഹു നമ്മൾ സ്വീകരിക്കും. അത് ദുആ ചെയ്യേണ്ട രീതി ചോദിക്കുക. വെറുതെ ചുമ്മാ ഉളാമ്പിച്ച് ചോദിച്ചിട്ട് വേഗം ചോദിക്കുക, ഒരിക്കലും അത് പറ്റില്ല. അതാണ് സമാധാനത്തോടെ 2 കൈകൾ ഉയർത്തി കണ്ണീരൊലിപ്പിച്ച് നല്ല രീതിയിൽ ചോദിച്ചാൽ അള്ളാഹു അതിനൊരു ഉത്തരം തന്നിരിക്കും. അതും നമ്മളെപ്പോലെ മോശമായ ആളല്ല, കാരുണ്യവാനും റഹ്മാനും റഹീമുമാണ്. നമ്മൾ ചോദിക്കുന്നതിനെല്ലാം അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മരണം വരെ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ എൻ്റെ ചാനൽ വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് നല്ല അറിവുകൾ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ അറിവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്.